ഇടുക്കി പെരുവന്താനത്ത് കാട്ടാന ആക്രമണത്തിൽ സ്ത്രീക്ക് ദാരുണാന്ത്യം. മതമ്പ കൊമ്പൻപാറയിലാണ് സംഭവമുണ്ടായത്. നെല്ലിവിള പുത്തൻ വീട്ടിൽ സോഫിയാണ് മരിച്ചത്. TRNT എസ്റ്റേറ്റിൽ വെച്ചായിരുന്നു കാട്ടാനയുടെ ആക്രമണം. സ്ഥലത്ത് മൃതദേഹം മാറ്റാൻ സമ്മതിക്കാതെ നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സുബിൻ തോമസ് ചേർന്നുണ്ട്. സുബിൻ, എപ്പോഴാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്? ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇടുക്കി പെരുവന്താനത്തിന് സമീപം മതമ്പ എന്ന് പറയുന്ന പ്രദേശം, ഒരു ഇച്ചിരി ഉള്ളിലേക്ക് കയറിയുള്ള പ്രദേശമാണ്. വനാതിർത്തിയോട് ചേർന്നുള്ള പ്രദേശമാണ്. TRNT എസ്റ്റേറ്റിനോട് ചേർന്നുള്ള പ്രദേശമാണ്. ഇവിടെ താമസിക്കുന്ന ഒരു സ്ത്രീയാണ് ഇത്തരത്തിൽ കാട്ടാന ചവിട്ടിക്കൊല്ലുന്നത്. വീടിന് സമീപത്ത് വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. നെല്ലിവിള പുത്തൻ വീട്ടിൽ സോഫിയ, 45 വയസ്സ് ഉള്ള സോഫിയ എന്ന് പറയുന്ന സ്ത്രീയാണ് മരിച്ചത്. ഇവർ കുളിക്കുന്നതിനായി, അതായത് ഇവരുടെ വീടിനോട് ചേർന്നുള്ള ഒരു പ്രദേശം, അതിനോട് കുറച്ച് താഴേക്ക് ഇറങ്ങിയാൽ ഇവർ ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ കുളിക്കുന്നതിന് വേണ്ടിയാണ് സോഫിയ അവിടേക്ക് ഇറങ്ങിപ്പോകുന്നത്. ഈ സമയത്ത് കാട്ടാന അവിടെ ഉണ്ടായിരുന്നു. കാട്ടാന അവിടെ ഉണ്ട് എന്നുള്ളത് അറിയാതെയാണ് സോഫിയ അവിടേക്ക് എത്തുന്നത്. അവിടെ എത്തിയപ്പോൾ കാട്ടാനയുടെ മുന്നിൽ പെടുകയായിരുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സോഫിയയെ തുമ്പിക്കൈ കൊണ്ട് വലിച്ചെടുത്ത ശേഷം ആരെ ചവിട്ടുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ പ്രദേശത്തുള്ള ആളുകൾ അത്തരത്തിലുള്ള വിവരങ്ങളാണ് നൽകുന്നത്. ശരീരം പൂർണ്ണമായും ചവിട്ടി അരച്ച നിലയിലാണ്. ഇപ്പോഴും ആ മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മേഖല കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉടലെടുത്തിട്ടുണ്ട്. സോഫിയയുടെ മൃതദേഹം എടുക്കാൻ സാധിക്കുന്നില്ല. കളക്ടർ ഈ മൃതദേഹം വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു നിലപാടാണ് പ്രതിഷേധക്കാർ എടുത്തിരിക്കുന്നത്. ഈ മേഖല കേന്ദ്രീകരിച്ച് രൂക്ഷമായ കാട്ടാനശല്യമുള്ള ഒരു പ്രദേശമാണ്. വനാതിർത്തിയോട് ചേർന്നുള്ള പ്രദേശമാണ്. പലപ്പോഴും ജനവാസ മേഖലയിലേക്ക് കടന്നു കയറുന്ന കാട്ടാന വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പ്രധാനമായും ഈ TRNT എസ്റ്റേറ്റിന്റെ പല പ്രദേശങ്ങളും ഇത്തരത്തിൽ കാട് പിടിച്ചിരിക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാട്ടാന സ്ഥിരമായി ഈ മേഖലയിലേക്ക് എത്തുന്നതും ജനവാസ മേഖലയിലേക്ക് കടന്നു വരുന്നതും ഉള്ളതെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആരോപണം. ആനയ്ക്കുറമെ മറ്റു വന്യമൃഗങ്ങളും ഈ ജനവാസ മേഖലയിലേക്ക് എത്തുന്നുണ്ട്. പലപ്പോഴും ഇത്തരത്തിൽ പരാതികളുമായി വനംവകുപ്പിന്റെ അടുത്തെത്തുമ്പോഴും കൃത്യമായ ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല, കൃത്യമായ നിരീക്ഷണം ഉണ്ടാകുന്നില്ല. RRT സംഘത്തിന്റെ ഒന്നും ഒരു സേവനം ലഭ്യമല്ലാത്ത ഒരു പ്രദേശമാണ്. പ്രധാനമായും ഈ ശബരിമല വനമേഖല കയറി കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതിലാണ് ഈ പ്രതിഷേധം പ്രധാനമായും മുന്നെടുത്തിട്ടുള്ളത്. സാധാരണ കുടുംബത്തിലെ സ്ത്രീയാണ് സോഫിയ. കൂലിവേലയ്ക്ക് പോയും തൊഴിലുറപ്പിന് പോയും ഒക്കെ കുടുംബം പുലർത്തിയിരുന്ന ഒരു സ്ത്രീ. 2 മക്കളുണ്ട്, ഭർത്താവും കൂലിപ്പണിക്കാരനാണ്. ഭർത്താവും സോഫിയയും ഇത്തരത്തിൽ ജോലിക്ക് പോയാണ് ആ കുടുംബം പുലർന്നിരുന്നത്. നിലവിൽ ഇത്തരത്തിൽ ദാരുണമായ സംഭവം ഉണ്ടാകുമ്പോഴും ഈ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്താത്തതിലും പ്രതിഷേധം കടുക്കുന്നുണ്ട്. വരും മണിക്കൂറുകളിലും ഈ മേഖലയിൽ ഇവിടെ പ്രതിഷേധം കടുക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ഈ മൃതദേഹം വിട്ടു നൽകണമെങ്കിൽ ജില്ലാ കളക്ടർ എത്തണമെന്നുള്ള ആവശ്യമാണ് അവർ മുമ്പോട്ട് വയ്ക്കുന്നത്. ശരി, സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.